DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 11 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ഇന്ത്യൻ റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. അൺറിസർവ്ഡ് ടിക്കറ്റുകൾക്കായി യാത്രക്കാർ ഉപയോഗിച്ചിരുന്ന UTS ആപ്പ് സേവനം മാർച്ച് 1 മുതൽ നിർത്തലാക്കാൻ റെയിൽവേ തീരുമാനിച്ചു. പകരം റെയിൽവേയുടെ വിവിധ സേവനങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഏകീകൃത പ്ലാറ്റ്ഫോമായ റെയിൽ വൺ ആപ്പിലൂടെയാകും ഇനി മുതൽ ടിക്കറ്റുകൾ ലഭ്യമാകുക. നിലവിൽ റിസർവേഷൻ ടിക്കറ്റുകൾക്കായി IRCTC ആപ്പും അൺറിസർവ്ഡ് ടിക്കറ്റുകൾക്കായി UTS ആപ്പും വെവ്വേറെ ഉപയോഗിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് റെയിൽവേ ഈ പുതിയ സൂപ്പർ ആപ്പ് അവതരിപ്പിക്കുന്നത്. ഇതിലൂടെ പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ, സീസൺ ടിക്കറ്റുകൾ, ജനറൽ ടിക്കറ്റുകൾ എന്നിവയെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് ബുക്ക് ചെയ്യാൻ സാധിക്കും. അടുത്ത അറിയിപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തൊഴിൽ കോഡുകൾക്കെതിരെ നടത്താനിരിക്കുന്ന ദേശീയ പണിമുടക്ക് കേരളത്തിൽ ബന്ദിൻ്റെ പ്രതീതി സൃഷ്ടിക്കും. കേരളത്തിൽ പണിമുടക്ക് സമ്പൂർണ്ണമായിരിക്കുമെന്ന് വിവിധ തൊഴിൽ സംഘടനകളുടെ നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. സർക്കാർ ഓഫീസുകൾ, ബാങ്കുകൾ, സ്കൂൾ, കോളേജ്, പൊതുഗതാഗത കട കമ്പോളങ്ങൾ എന്നിവയൊക്കെ നാളെ അടഞ്ഞുകിടക്കും. അധ്യാപക, അനധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കും. KSRTCയും സ്വകാര്യ ബസ്, ഓട്ടോറിക്ഷ, ടാക്സി തൊഴിലാളികളും പണിമുടക്കും. അതിനാൽ വ്യാഴാഴ്ച കേരളത്തിലെ നിരത്തുകൾ ഒഴിഞ്ഞുകിടക്കും. 3 പ്രമുഖ ബാങ്കിംഗ് തൊഴിലാളി സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ ബാങ്കുകളും അടഞ്ഞുകിടക്കുമെന്നാണ് അറിയിപ്പുകൾ എത്തുന്നത്. ആശുപത്രി, പാല്, പത്രം തുടങ്ങിയ അവശ്യ സർവീസുകൾ മാത്രമാണ് പ്രവർത്തിക്കുക. അടുത്ത അറിയിപ്പ്, ഇന്ത്യയിൽ സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആദായനികുതി വകുപ്പ് പാൻ കാർഡ് നിബന്ധനകളിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുകയാണ്. 2026 ഏപ്രിൽ 1 മുതൽ പുതിയ ആദായനികുതി നിയമം രാജ്യത്ത് നടപ്പിലാകുകയാണ്. ഇതിൻ്റെ ഭാഗമായി നിലവിലുള്ള പല പരിധികളിലും മാറ്റം വരും. നിലവിൽ പിന്തുടരുന്ന 1962 നികുതി നിയമങ്ങൾ 2026 ഏപ്രിൽ 1 മുതൽ പുനർനിർവചിക്കപ്പെടും. ഇതിൻ്റെ ഭാഗമായി ആദായനികുതി ഫോമുകൾ ലളിതമാക്കുകയും സ്മാർട്ട് പ്രീ ഫിൽഡ് ഫോമുകൾ അവതരിപ്പിക്കുകയും ചെയ്യും. പുതിയ ചട്ടങ്ങളുടെ കരട് രൂപം 2026 മാർച്ച് ആദ്യ വാരത്തോടെ പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനായി ലഭ്യമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത അറിയിപ്പ്, ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര നീലവെള്ള റേഷൻ കാർഡുകൾ മുൻഗണന പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായുള്ള ഓൺലൈൻ അപേക്ഷകൾ മറ്റന്നാൾ വരെയാണുള്ളത്. ഫെബ്രുവരി 13 വൈകിട്ട് 5 വരെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അക്ഷയ കേന്ദ്രം വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അർഹർ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വലയത്തിന് പുറത്തായി പോയ നിർധന സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്കും സ്നേഹസ്പർശമാകുന്ന മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകുകയാണ്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള 31 ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ഇന്ന് 11:30 തിരുവനന്തപുരം മലയൻകീഴ് ശാന്തമൂല മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആദ്യഘട്ടത്തിൽ 10,58,752 പേരുടെ അക്കൗണ്ടിൽ തുകയെത്തും. ഇതിനായി 105.87 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. 15,88,267 അപേക്ഷയാണ് ലഭിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.